100 രൂപയ്ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ പറ്റുമെങ്കിൽ ഒരു ചായയും. ഓൾറെഡി എന്നെ ഗുരുവായൂർ ബ്ലോഗർ എന്നാണ് പല സുഹൃത്തുക്കളും വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും കല്യാണങ്ങൾ ഉണ്ടാവാം, ഓഡിറ്റോറിയത്തിൽ നമുക്ക് കയറിയിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. പടിഞ്ഞാറേ നട മൊത്തം തപ്പിയിട്ടും എവിടെയും ഒരു 40-50 രൂപ റേഞ്ചിൽ ഫുഡ് കിട്ടുന്ന സ്പോട്ട് കാണാനില്ല. ഡുങ്കി അല്ല കേട്ടോ, ഡങ്കി എന്നാണ് പറയാ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുൻ. അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ലുലു മാൾ പാലക്കാട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം റീച്ച് കിട്ടി ആൻഡ് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. ഐ എം വെരി ഗ്ലാഡ് ഫോർ ദാറ്റ്. ആൻഡ് പാലക്കാട് നിന്നും നേരെ നമ്മൾ വന്നിരിക്കുന്നു KL46 ഗുരുവായൂർ, ഉണ്ണിക്കണ്ണന്റെ സ്വന്തം ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ. ഓൾറെഡി എന്നെ ഗുരുവായൂർ ബ്ലോഗർ എന്നാണ് പല സുഹൃത്തുക്കളും വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു ഇരട്ട പേര് എനിക്കുണ്ട്. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ് ബിക്കോസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ഒരുപാട് വീഡിയോസ് ഗുരുവായൂർ ബേസ്ഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര്. ഇന്നും ഗുരുവായൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഒരു ടെമ്പിൾ വീഡിയോ അല്ല, ഒരു ഫുഡ് വീഡിയോ ആണ്, ഒരു ഫുഡ് ചലഞ്ച് ആണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാൻ ഇവിടെ ഗുരുവായൂരിൽ ചെയ്യാൻ പോകുന്നത്. മേ ബി ഗുരുവായൂരിൽ അങ്ങനെ ഒരു ചലഞ്ച് ആരും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. ആൻഡ് മോറോവർ ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് ഇതുവരെ ചെയ്തിട്ടില്ല. യെസ്, 100 രൂപ ചലഞ്ച്. 100 രൂപയ്ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ പറ്റുമെങ്കിൽ ഒരു ചായയും. ഇറ്റ്സ് ഓപ്ഷണൽ. മെയിൻ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, ഈ 3 സാധനങ്ങളും 100 രൂപയ്ക്കുള്ളിൽ തീർക്കണം. ഈ 2023 2024 പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു ടാസ്ക് അല്ലേ? അതെ, ടാസ്ക് ആണ്. പക്ഷേ അത് നമ്മൾ വിജയകരമായി ചെയ്തിരിക്കും. അപ്പൊ ഈ ടാസ്ക്, ഈ ഒരു ചലഞ്ച് എനിക്ക് തന്നത് മറ്റാരുമല്ല, ബാല. ബാല ഉങ്ങളാണ് അപ്പുറം പാക്കുറേൻ. അപ്പോ ആ ചലഞ്ച് കുറെ കാലമായി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് ഗുരുവായൂർ വെച്ച് നമുക്കത് ചെയ്യാൻ പോവാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ കളി മൊത്തം ഈ 100 രൂപയിലാണ്. ഗാന്ധിജി നല്ല ചിരിച്ചിരി നിൽക്കുന്നുണ്ട്. ഇവിടെ ഗുരുവായൂർ കേശവനും ചിരിച്ചു നിൽക്കുന്നുണ്ട്, മരപ്രഭുവും ചിരിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ, പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കണം എന്നൊരു കൺഫ്യൂഷൻ. പതിവ് നെയ്റോസ്റ്റോ മസാല ദോശയോ കഴിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവും. അപ്പോഴാണ് ഈ തെക്കേ നടയിൽ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ആ വനമാല ഓഡിറ്റോറിയത്തിനൊക്കെ അടുത്തായിട്ടുള്ള കൃഷ്ണ ടീ സ്റ്റാൾ കണ്ടത്. ഇവിടെ വെച്ച് നമ്മുടെ യൂട്യൂബ് കുടുംബത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ദേവരാജേട്ടനെ കണ്ടു. പുള്ളിയോട് ഞാൻ ഈ ചലഞ്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, ചുമ്മാ ചായ കുടിക്കാൻ വന്നാന്നാണ് പറഞ്ഞത്. ക്യാമറ ഒളിച്ചു വെച്ചൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, ഇവിടെ തിരക്ക് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാനൊരു ചെറിയ ചമ്മൽ. അപ്പോൾ ഒരു ചായയിൽ നിന്ന് തുടങ്ങാം അല്ലേ? നല്ല സ്ട്രോങ് ചായ. ചില്ലും കൂട്ടിൽ കിടന്നുകൊണ്ട് നല്ല മൊരിഞ്ഞ പരിപ്പുവടയും ഉഴുന്നുവടയും എന്നെ മാടി വിളിച്ചത്. അപ്പോൾ തന്നെ ഒരു പരിപ്പുവട ഞാൻ കരസ്ഥമാക്കി. ഒരു കടി, ഒരു ചായ 20 രൂപ, ബാക്കി 80 രൂപയുണ്ട്. ഗുരുവായൂരിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നമ്മൾ 20 രൂപയിൽ ഒതുക്കി. ഒരു ചായ, ഒരു പരിപ്പുവട. ഇനി നമ്മുടെ കയ്യിൽ 80 രൂപയുണ്ട്. 80 രൂപയും വെച്ച് നമുക്ക് ലഞ്ച്, ഡിന്നറ്, പറ്റിയ ഇടയിലൊരു ചായ. അപ്പോൾ നമുക്കിനി ലഞ്ച് സമയത്ത് കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ. അങ്ങനെ അതിനിടയിൽ മമ്മിയൂർ അമ്പലത്തിലൊന്ന് പോയി തൊഴുതു. അതിനുശേഷം റൂമിൽ വന്നു, കുറച്ചു നേരം കിടന്നുറങ്ങി. ഇപ്പൊ സമയം 12 മണി. ലഞ്ച് കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഗുരുവായൂർ ലഞ്ചിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് അത്യാവശ്യം മുഹൂർത്തമുള്ള ദിവസമാണ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 25 ക്രിസ്മസ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും കല്യാണങ്ങൾ ഉണ്ടാവാം, ഓഡിറ്റോറിയത്തിൽ നമുക്ക് കയറിയിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം.
കുറച്ചു നേരം ക്യൂ നിൽക്കാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിന്റെ അന്നദാനം കഴിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിടെ കയ്യിലുള്ള ബാലൻസ് 80 രൂപ വെച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ താമസിക്കുന്ന ലോഡ്ജിന് തൊട്ട് താഴെയുള്ള സൗബർണിക ഹോട്ടലിൽ ഒന്ന് വന്ന് വില പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ ഊണിന് 100 രൂപ. നോ വേ, 100 രൂപയുടെ ഊണ് ഇന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് ഹാവ് എ ബഡ്ജറ്റ് ഫോർ ദാറ്റ്. സോ കുറഞ്ഞ ചിലവിൽ എവിടെ ഭക്ഷണം കിട്ടും എന്ന് ഒന്ന് തപ്പി നടക്കാം. ഇറങ്ങി റൂം വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വെസ്റ്റ് നട പടിഞ്ഞാറേ നടയിൽ ഏതെങ്കിലും ഹോട്ടലുണ്ടോയെന്ന് ഒന്ന് പോയി നോക്കാം. നല്ല വെയിൽ. ഐ ലവ് ഗുരുവായൂർ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു ചെറിയ ഹോട്ടൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ചതായോ? പടിഞ്ഞാറേ നട മൊത്തം തപ്പിയിട്ടും എവിടെയും ഒരു 40-50 രൂപ റേഞ്ചിൽ ഫുഡ് കിട്ടുന്ന സ്പോട്ട് കാണാനില്ല. കാരണം അതിന് മേലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിന്നറിന് ഒന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോഴാണ് റോഡിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു കല്യാണ മണ്ഡപം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്ത്, അങ്ങ് ദൂരെ ഒരു കല്യാണ മണ്ഡപമല്ലേ കാണുന്നത്? ഒന്ന് കയറിയാലോ? വേണ്ട, തല്ല് കിട്ടിയാലോ? നമ്മുടെ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യണ്ടേ? അതുകൊണ്ട് നമുക്കിപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും ചെറിയ കടകളുണ്ടോ എന്ന്. ഇതാണ് ഗുരുവായൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. എല്ലാ നീല കളർ ബസ്സുകളും കാണാനുണ്ട്. തൊട്ട് പുറകിൽ ചുവന്ന കളർ ബസ്സുകളും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വലിയ ഏതെങ്കിലും ഹോട്ടലുകളൊന്നും അധികം കാണാനില്ല നമ്മുടെ ആ റേഞ്ചിൽ. ഇപ്പോഴാണ് ഒരു ചേട്ടൻ പറഞ്ഞത് ഇവിടെ അടുത്ത് ജനകീയ ഹോട്ടലുണ്ട്, 35 രൂപയുടെ ഊണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. കുടുംബശ്രീ ചേച്ചിമാരുടെ ഈ ജനകീയ ഹോട്ടലുള്ളപ്പോൾ പിന്നെ നമുക്ക് എന്തിന് പേടി? എൻ്റെ ഒരു വിധി അല്ലാതെ എന്താ പറയുക. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ജനകീയ ഹോട്ടലിന് ഒഴിവാണ്. അല്ലെങ്കിൽ 35 രൂപയ്ക്കുള്ളിൽ ഊണ് കിട്ടിയാണ്. ഇനിയിപ്പോൾ വീണ്ടും തപ്പി നടക്കണം. അപ്പോഴാണ് റോയൽ ട്രീറ്റ് ചപ്പാത്തി കമ്പനി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചപ്പാത്തി, പൊറോട്ട, കുബൂസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പോയി. പക്ഷെ അവിടെയും നമുക്കൊരു പണി കിട്ടി. ചപ്പാത്തി സ്റ്റോക്ക് ഔട്ട്. കുബൂസ് വാങ്ങി. ഫൈനലി എൻ്റെ ലഞ്ച് കിട്ടിയിരിക്കുകയാണ്. ചപ്പാത്തിക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും ക്ഷമ എനിക്കില്ല, വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ 2 കുബൂസും പിന്നെ ഒരു മുട്ടക്കറിയും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റൂല, അവിടെ സ്പേസ് ഇല്ല. നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ വെയിറ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കാം. മുട്ടക്കറി ആൻഡ് കുബൂസ് ഈസ് മൈ ലഞ്ച്. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം, കാരണം ഇവിടെ കയ്യിൽ വെച്ചിരുന്ന് കഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഗുരുവായൂരിൽ വന്നിട്ട് കുബൂസും കോഴിമുട്ടയും കഴിക്കേണ്ടി വന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഫ്രണ്ട്സേ, ലഞ്ച് കഴിഞ്ഞോട്ടാ. ലഞ്ച് 35 രൂപയ്ക്ക് ഒതുക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ജനകീയ ഹോട്ടലിൽ നിന്ന് ഒഴിവാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ജനകീയ ഹോട്ടൽ, കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ജനകീയ ഹോട്ടലിൽ 35 രൂപയ്ക്ക് നല്ല ശാപ്പാട് കിട്ടും. അതാണ് ബെസ്റ്റ്. പക്ഷെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അത് ഒഴിവാണ്. അതുകൊണ്ട് ഞാൻ ആ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് 2 കുബൂസും മുട്ടക്കറിയും കഴിച്ചു. 35 രൂപ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് 20 രൂപ, ലഞ്ച് 35 രൂപ. അപ്പോൾ മൊത്തം 55 രൂപ. ഇനി ഡിന്നറും ഒരു ചായയും. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 45 രൂപ. പക്ഷെ അതല്ല ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുള്ളൂ. എനിക്ക് വൈകുന്നേരം വരെ സമയം പോകണം. സമയം പോവാൻ എന്താ ചെയ്യാ? സിനിമയ്ക്ക് പോവാ. ആ സിനിമയ്ക്ക് പോകുന്ന പൈസ ഈ ചലഞ്ചിൽ ഉൾപ്പെടില്ല കേട്ടോ, അത് വേറെ എന്റർടൈൻമെന്റ് ഫീസ്. ഡുങ്കി. ഇറ്റ്സ് ടൈം ഫോർ ഡുങ്കി. ഷാറുഖ് ഖാൻ, കിങ് ഖാൻ, അതിലുപരി ഡയറക്ടർ രാജ്കുമാർ ഹിറാണി, 3 ഇഡിയറ്റ്സ്, PK, മുന്നബായ് MBBS, ഹിഡിലൻ ഡയറക്ടറാണ്. എൻ്റെ ഫേവറേറ്റ് ഹിന്ദി ഡയറക്ടർ രാജ്കുമാർ ഹിറാണി. നമ്മൾ ഇന്നലെ രാത്രി ഞാനും അച്ഛനും കൂടി നേര് കണ്ടു കേട്ടോ. നല്ല കിട്ടിട്ട പടം, ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട്. ഓവറോൾ ഈ ക്രിസ്മസിന് ഇറങ്ങിയ പടങ്ങളൊക്കെ നല്ലതാണ്. സലാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ദേവകി സിനിമാസ്, ഗുരുവായൂർ, ഡുങ്കി. 3 hours later. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടിറങ്ങി. ഡുങ്കി അല്ല കേട്ടോ, ഡങ്കി എന്നാണ് പറയാ. ഞാൻ എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിയതാണ്. ഡങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസ്. നമ്മളെ മലയാളത്തിൽ സിയ എന്ന് പറയുന്ന ദുൽഖർ സിനിമയിലൊക്കെ ചെറിയ തരത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
ആൻഡ് മോറോവർ അതൊരു നല്ല എൻഗേജിങ് ആയിട്ട് കോമഡി സ്ക്രീൻ പ്ലേ അതോടൊപ്പം തന്നെ ഇമോഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ രാജു ഹിറാനിയുടെ മറ്റു മൂവീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിപ്പീറ്റഡ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഓവറോൾ കുഴപ്പമില്ല. സോ അങ്ങനെ 3 മണിക്കൂറോളം പോയി. ഇപ്പൊ ഏതാണ്ട് 6 മണിയായി. ഇവിടെ അമ്പലത്തിലേക്ക് ഒന്നുകൂടി വന്നു. ഞാൻ അവിടെ നിന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ചായ കുടിക്കുന്ന കാര്യമൊക്കെ മറന്നേ പോയി. ഇപ്പൊ ഏതാണ്ട് 6 മണി ആയതുകൊണ്ട് നമ്മള് ഏർലി ഡിന്നർ കഴിക്കണം. അപ്പൊ അതിനു മുന്നേ അമ്പലത്തിലൊന്ന് പുറത്തു നിന്നിട്ട് ഒന്ന് തൊഴുകാം. ഉള്ളിൽ കയറാൻ പറ്റില്ല, മുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവുണ്ട്. പുറത്ത് നിന്നിട്ട് ഒന്ന് ജസ്റ്റ് തൊഴുത് 3 ദിവസത്തെ ലോങ് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞു. അപ്പം തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇതൊന്നും അല്ലാട്ടോ ഇവിടുത്തെ തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് നിന്നിട്ടൊന്ന് തൊഴുതു. ഇനി ഞങ്ങൾ പടിഞ്ഞാറേ നടയിലേക്ക് പോയി. അവിടെ നല്ലൊരു കാഴ്ച കണ്ടു. വിളക്കുകളൊക്കെ കൊളുത്തിയിരിക്കണു. അപ്പോൾ ഇനി 2024 വരാം എന്നൊരു പ്രതീക്ഷയോടുകൂടി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരാം. ഫ്രണ്ട്സ്, അങ്ങനെ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് അമ്പലം അവിടെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിലും പുറത്തുനിന്ന് തന്നെ ഞാൻ തൊഴുകുള്ളൂ. അപ്പോൾ വിളക്കുകളൊക്കെ കണ്ടു. ആൻഡ് മോറോവർ നമ്മുടെ ചലഞ്ചിന്റെ കാര്യം തന്നെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇടയിൽ തിയേറ്ററിലൊക്കെ ഇരുന്നിട്ടും ഒക്കെ. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫുഡ് ചലഞ്ചിന് ഇപ്പോൾ ബാക്കിയുള്ളത് 20 കിട്ടാനില്ല. 20 പിന്നെ കുറെ ചില്ലറയും 45 രൂപ ഉണ്ട്. അതെ, 20 രൂപ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, 35 രൂപ ലഞ്ച്. ഇനി ബാക്കിയുള്ളത് 45 രൂപ. 45 രൂപയും കൊണ്ട് നമുക്ക് ഡിന്നർ കഴിക്കണം. ഇപ്പം ആ സമയം 6:20 ആയിട്ടുള്ളൂ. ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടില്ല എന്നറിയാം. പക്ഷെ എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കണം. ഐ പ്രോമിസ് ഞാൻ വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കില്ല. ഐ പ്രോമിസ്. ആൻഡ് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ആക്ടർ രമേഷ് പിഷാരടിനെ അവിടെ അമ്പലത്തിൽ വെച്ച് കണ്ടു. പുള്ളി അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് ധൃതിയിൽ പോകുന്നുണ്ട്. ഇവിടെ ഗുരുവായൂർ വരുമ്പോൾ എപ്പോഴും അങ്ങനെ ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ കാണാറുണ്ട്. ഇനി നമുക്ക് ഡിന്നറിന് പോകാം. എൻ്റെ ബാക്കിൽ കാണുന്ന ആ മോഡേൺ ഫാസ്റ്റ് ഫുഡിൽ പോകാം. ഇന്നലെ രാത്രി അവിടുന്ന് കഴിച്ചേ. അവിടെ പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് ബസ് കയറാം. അവിടെയും ഒരു പ്രശ്നമുണ്ട്. പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ചാറ് തരൂല, കറി വാങ്ങണമെന്ന് 120 രൂപയായി. എന്നാൽ പിന്നെ നിങ്ങൾ അവിടെ വെച്ചിരുന്നോ. ഞാൻ നേരെ സ്വാമി കഫേയിലേക്ക് പോവാണ്. പ്യുവർ വെജിറ്റേറിയൻ. ഫൈനലി ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ പോകുന്നു. പൊറോട്ട സെറ്റ് വിത്ത് കുറുമ 45 രൂപയുടെ കറക്റ്റ്. അല്ലെങ്കിൽ ഈ പൊറോട്ടയാണ് ഇന്ന് ഞാൻ കഴിക്കേണ്ടത് എന്ന് വിധി ഉണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെയല്ലേ കഴിക്കേണ്ടത്. ഞാൻ മോഡേൺ ഫാസ്റ്റ് ഫുഡിൽ കിടന്ന് തിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവരെങ്ങാനും GST എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ പരിപാടി മൊത്തം ഫെയിലിയർ ആവും. അങ്ങനെ വരാതിരിക്കട്ടെ. ഇപ്പം അത്യാവശ്യം വയറ് ഫുള്ളായി. ആ 2 പൊറോട്ട നല്ല കട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശപ്പ് ഒന്ന് ഇതായി. ഉച്ചയ്ക്ക് സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വിശക്കുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, ആ കുബൂസ് കൊണ്ടൊന്നും ഒന്നും ആവില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി സമാപൻ പോകുകയാ. ഇപ്പൊ സമയം 6:20 ആയിട്ടുള്ള. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. നോ, സീരിയസ്ലി ഞാൻ ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം പ്ലീസ്. ഇന്നത്തെ ഭക്ഷണ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ മതി, 100 രൂപയൊക്കെ മതി ആക്ച്വലി ഒരു ആൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തും ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ്. ഇപ്പൊ ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഇതൊരു പിൽഗ്രിമേജ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഇത് തന്നെ ഒരു നാട്ടിൻപുറത്തൊരു സ്ഥലത്ത് ഇത്രയൊന്നും അല്ല, ഇതിനേക്കാൾ കുറഞ്ഞ ലെവലിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അത് കുറ്റം പറയാൻ പറ്റില്ല, അത് അങ്ങനെ ആണല്ലോ. പക്ഷെ 100 രൂപയുള്ള ഒതുക്കി നമ്മള്. എനിക്കൊരു അവസാനം ഒരു ചായയും കൂടി കുടിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷെ ബഡ്ജറ്റ് ഇല്ല. കറക്റ്റ് 100 രൂപ. 45, 24 പൊറോട്ട ആൻഡ് 25 ഫോർ കറി. ചായക്കുള്ള യോഗമല്ല, ഒരു ചായ കൊണ്ട് ഇന്ന് ഒതുക്കി. അപ്പൊ ഇന്നത്തെ ഇത്രയ്ക്കാണ് പരിപാടികളുള്ളൂ. അപ്പൊ ഈ ഒരു ചലഞ്ച് 100 രൂപ ചലഞ്ച് എനിക്ക് തന്ന ബാലയ്ക്കും, ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് വിജയകരമായി നടത്തിയ എനിക്കും, ആൻഡ് ഈ ഒരു ചലഞ്ച് ഇത്രയും ക്ഷമയോടുകൂടി കണ്ടു നിന്ന നിങ്ങൾക്കും ഒരുപാട് നന്ദി. അങ്ങനെ ഈ ഒരു വർഷം തിരികെയാണ്. ഈ ഒരു വർഷത്തെ മോസ്റ്റ് പ്രോബബ്ലി ദ ലാസ്റ്റ് വീഡിയോ ഓഫ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു ആണ് ഇത്. അപ്പോൾ ഈ ഒരു വർഷം തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു വർഷം തന്നെയായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മളൊരു 13K ഫാമിലിയായി
ഒരുപാട് നന്ദി. തുടർന്ന് ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. നമ്മൾ ന്യൂ ഇയറിന് ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ന്യൂ ഇയർ ജനുവരി 1 അല്ലെങ്കിൽ ജനുവരി 2 അത് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഇൻ അഡ്വാൻസ്. കൃഷ്ണ ഗുരുവായൂരപ്പ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാം കൂടെ പോരട്ടെ. നമുക്ക് ഇനിയും കാണാം.